ലൂക്കോസ് അധ്യായം 16. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ സ്വത്ത് കാര്യസ്ഥൻ പാഴാക്കുന്നതായി പരാതിയുണ്ടായി. അയാൾ അവനെ വിളിച്ചു പറഞ്ഞു, നിന്നെക്കുറിച്ച് ഈ കേൾക്കുന്നതെന്ത്? നിന്റെ കാര്യനിർവഹണത്തിന്റെ കണക്കേൽപ്പിച്ചു തരിക. നീ ഇനിമേൽ കാര്യസ്ഥനായി തുടരാൻ പാടില്ല. അപ്പോൾ കാര്യസ്ഥൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? യജമാനൻ എന്നെ ജോലിയിൽ നിന്ന് നീക്കാൻ പോകുന്നു. കിളയ്ക്കാൻ എനിക്ക് ത്രാണിയില്ല. ഭിക്ഷ യാചിക്കുവാൻ ഞാൻ ലജ്ജിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ അവരുടെ വീട്ടിലേക്ക് എന്നെ സ്വീകരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തനെ അകത്തേക്ക് വിളിച്ചു. ഒന്നാമത്തവനോട് ചോദിച്ചു, നീ യജമാനന് കൊടുക്കാനുള്ളത് എത്രയാണ്? 100 കുടം ഒലിവെണ്ണ, അവൻ മറുപടി പറഞ്ഞു. കാര്യസ്ഥൻ അവനോട്, നിന്റെ ചീട്ട് വാങ്ങി വേഗമിരുന്ന് അത് 50 എന്നാക്കുക എന്നു പറഞ്ഞു. രണ്ടാമത്തവനോട് അവൻ ചോദിച്ചു, നീ കൊടുക്കാനുള്ളത് എത്ര? 100 പറ ഗോതമ്പ്, അവൻ ഉത്തരം പറഞ്ഞു. നിന്റെ ചീട്ട് വാങ്ങി അത് 80 എന്നാക്കുക എന്ന് കാര്യസ്ഥൻ പറഞ്ഞു. അവിശ്വസ്തനായ കാര്യസ്ഥൻ അതിബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ ശ്ലാഘിച്ചു. ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറക്കാരോട് ഇടപെടുന്ന കാര്യത്തിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ സാമർഥ്യമുള്ളവരത്രേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ലൗകിക സമ്പത്തുകൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുക. അതില്ലാതാകുമ്പോൾ നിത്യഭവനങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കപ്പെടും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അത്യല്പത്തിൽ അവിശ്വസ്തനായവൻ അധികത്തിലും അവിശ്വസ്തൻ. ലൗകിക സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും? നിങ്ങൾ മറ്റൊരുവന്റെ വസ്തുവകകളുടെ കാര്യത്തിൽ വിശ്വസ്തരായില്ലെങ്കിൽ സ്വന്തമായത് നിങ്ങൾക്ക് ആര് തരും? 2 യജമാനന്മാരെ സേവിക്കാൻ ഒരു ഭൃത്യനും സാധ്യമല്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒന്നാമനോട് പറ്റിച്ചേർന്ന് മറ്റവനെ തള്ളിക്കളയും. നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും സേവിക്കാൻ സാധിക്കയില്ല. ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ ഇതെല്ലാം കേട്ട് യേശുവിനെ പരിഹസിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാകുന്നു. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവദൃഷ്ടിയിൽ മ്ലേച്ഛമാണ്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കപ്പെടുകയാണ്. ബലപ്രയോഗം കൊണ്ട് എല്ലാവരും അതിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നു. ന്യായപ്രമാണത്തില് ഒരു വള്ളിയോ പുള്ളിയോ ഇല്ലാതെ പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നത് എളുപ്പം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഒരു ധനവാനുണ്ടായിരുന്നു. അയാൾ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് പ്രതിദിനം ആഡംബര ജീവിതം നയിച്ചു പോന്നു. അയാളുടെ പടിക്കൽ ദേഹമാസകലം വ്രണങ്ങൾ നിറഞ്ഞവനായി ലാസർ എന്നു പേരായ ഒരു യാചകൻ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതുകൊണ്ട് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു കിടന്നിരുന്നു. നായ്ക്കൾ വന്ന് അയാളുടെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ യാചകൻ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അയാളെ അബ്രഹാമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അയാൾ മേൽപോട്ടു നോക്കി അബ്രഹാമിനെയും അദ്ദേഹത്തിന്റെ അടുത്തായി ലാസറിനെയും കണ്ടു. അയാൾ വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഈ രീതിയിൽ അതിവേദനയിലായിരിക്കയാൽ ലാസർ അവന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. എന്നാൽ അബ്രഹാം പറഞ്ഞു, മകനെ, നിനക്ക് നിന്റെ ആയുസ്സിൽ നല്ല കാര്യങ്ങളും അതേസമയം ലാസറിന് ദോഷമായവയും ലഭിച്ചുവെന്ന് ഓർമ്മിക്കുക. എന്നാൽ അയാൾ ഇപ്പോൾ ഇവിടെ ആശ്വാസം പ്രാപിച്ചിരിക്കുന്നു, നീയോ കഠിന വേദന അനുഭവിക്കുന്നു. ഇതിനും പുറമെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വലിയൊരു പിളർപ്പ് വച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമല്ല. അവിടെ നിന്ന് ആർക്കും ഞങ്ങളുടെ അടുത്തേക്ക് കടക്കുവാനും കഴിയുകയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എങ്കിൽ പിതാവേ, ലാസറിനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകട്ടെ. അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവർ അവരുടെ വാക്ക് കേൾക്കട്ടെ. അദ്ദേഹം പറഞ്ഞു. അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരാൾ അവരുടെ അടുക്കൽ ചെന്നാൽ അവർ അനുതപിക്കും. അയാൾ പറഞ്ഞു. അബ്രഹാം അയാളോട് പറഞ്ഞു, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റാലും അവർക്ക് ബോധ്യം വരികയില്ല.